ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കലണ്ടർ പ്രകാരം അവർ ഓരോ എക്സാമും ഇപ്പം പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2/6/2025 മുതൽ 23/6/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവർ പറയുന്നുണ്ട് CBT ബേസ്ഡ് എക്സാമിൻ്റെ ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെയാണ് നിങ്ങൾക്ക് CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെ പോസ്റ്റാണ്, ഏതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഏജ് ലിമിറ്റ് നോക്കാം. 1/8/2025 ബേസ് ചെയ്തിട്ടാണ് ഏജ് ലിമിറ്റിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓരോ പോസ്റ്റിനും ബേസിസിലുള്ള ഏജ് ലിമിറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറി SC/STക്ക് 5 വർഷത്തെ, OBCക്ക് 3 വർഷത്തെ, PWD 10 വർഷത്തെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഈ ഏജ് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ക്ലെയിം സർട്ടിഫിക്കറ്റ്, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണമെന്നും അവർ പറയുന്നുണ്ട്. സോ അതും കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. അത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. സോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇവർ ഈ അനക്ഷർ താഴെ കൊടുത്തിട്ടുണ്ട്. അനക്ഷറി 1ഉം 2ലും ഒക്കെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള PWD കാൻഡിഡേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, OBC കാൻഡിഡേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. സോ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വുമൺ, SC/ST, അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്, എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റിനൊന്നും എക്സാം ഫീസ് ഇല്ല. ബാക്കി കാൻഡിഡേറ്റിന് 100 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. ഇനി എക്സാം ഫീസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 24/6/2025 ആണെന്ന് ഓർത്തിരിക്കുക. രണ്ടും ഡേറ്റ് വ്യത്യാസമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്, ഓർത്തിരിക്കാം. സോ പിന്നെ നിങ്ങൾക്ക് CBT ബേസ്ഡ് എക്സാം ഉണ്ട്. CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്ത് നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സെൻറ്റർ നോക്കുകയാണെങ്കിൽ കണ്ണൂരുണ്ട്, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ, കവരത്തി, അതായത് ലക്ഷദ്വീപിൽ കവരത്തിയിലും നമുക്ക് എക്സാം സെൻറ്റർ വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. സോ നമ്മൾ കൊടുക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് കർണാടക, കേരള റീജിയൻ, അതായത് KKR എന്ന് പറയുന്ന റീജിയനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, KKR എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതും സമയത്ത് ഈ KKR റീജിയൻ വെച്ച് നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ അപ്പോൾ ആ KKR എന്ന് പറയുന്നത് നിങ്ങൾ അത് വെച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾക്ക് ബയോമ ബേസ്ഡ് എക്സാമാണ് CBT ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം 10ാം ക്ലാസ്, അതുപോലെ തന്നെ +2, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവലുള്ള പോസ്റ്റുകളാണ്, ക്വാളിഫിക്കേഷൻ അത് വരുന്ന പോസ്റ്റുകളാണ്, ഡിഫറെൻറ്റ് പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് ഇതിൻ്റെയൊക്കെ സിലബസ് നോക്കുവാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇതൊക്കെയാണ് വരുന്നത്. 60 മിനിറ്റാണ് ടൈം അലോട്ട് ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. 0.50 മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത് ഓർത്തിരിക്കാം. നിങ്ങൾക്ക് CBT ബേസ്ഡ് എക്സാം ഹിന്ദി ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിഫേർഡ് ലാംഗ്വേജസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ മദർ ടങ്ക് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നീട് വേണം നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാനും നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരു ഡിസ്പ്ലേ സഹിതം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ എല്ലാം ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇനിയും ഏതൊക്കെ പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. പല റീജിയനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് കേരള, കർണാടക റീജിയനാണ്. നമ്മുടെ KKR റീജിയനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം KKR റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 103 എന്ന് പറയുന്ന സീരിയൽ നമ്പറിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഓർത്തിരിക്കുക. ഇവിടെ ഉണ്ട് KKR സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് കേരള, കർണാടക റീജിയൻ. ഇതൊക്കെയാണ് കേരളത്തിലും കർണാടകത്തിലും വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ടർ ട്രെയിനി ആണ്, ഇത് ഗ്രാജുവേഷൻ ആൻഡ് എബോവ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇവിടെ +2 ആണ് യോഗ്യത പറയുന്നത്. സോ പിന്നീട് വന്നിരിക്കുന്നത് ടെക്നിക്കൽ ഓഫീസർ, സ്റ്റോറേജ് ആൻഡ് റിസർച്ച്, ഇവിടെ ഗ്രാജുവേഷൻ ആണ്. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഗ്രാജുവേഷൻ ആണ്. ഇപ്പോൾ ഓരോന്ന് നമ്മൾ KKR ഇതിന് കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഏതാണോ കാറ്റഗറി വരുന്നത് ആ കാറ്റഗറിയിൽ വേക്കൻസി ഉള്ളെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന 10ാം ക്ലാസ്, അതുപോലെ തന്നെ +2, അതുപോലെ തന്നെ ഗ്രാജുവേഷന്, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ സഹിതമുള്ള ജോബുകളാണ്, പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം 134 വരെയാണ് നമ്മുടെ KKR റീജിയനിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക, കേരള, കർണാടക റീജിയൻ. നിങ്ങൾക്കിപ്പോൾ ഇതല്ലാതെ വേറെ പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ പോസ്റ്റ് നിങ്ങൾക്ക് മറ്റ് റീജിയനിലാണ്, മധ്യപ്രദേശോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക.
അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് മറക്കരുത്. 23/6/2025 ലാസ്റ്റ് ഡേറ്റ്. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 24/6/2025 ഓർത്തിരിക്കുക. സോ അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്